ഒരു കൺഫ്യൂഷൻ ഉണ്ടായല്ലോ പ്രസിഡന്റ്. ഇപ്പൊ ഇന്നലെ ചോദിക്കുമ്പോൾ അങ്ങ് പറഞ്ഞ ഒരു കാര്യം വെൽ ഡ്രാഫ്റ്റഡ് കംപ്ലൈന്റ് ആണ് രണ്ടാമത്തെ പരാതിക്കാരി കൊടുത്തിട്ടുള്ളതെന്നാണ്. അപ്പൊ താങ്കൾ പറയുന്നതിന്റെ ഒരു ടോൺ ആരോ പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു, അവരെ സഹായിച്ചു എന്ന മട്ടിലാണ് താങ്കൾ പറഞ്ഞത്. രാഷ്ട്രീയ പ്രേരിതമാണോ എന്നൊരു ജേർണലിസ്റ്റ് ചോദിക്കുമ്പോൾ അങ്ങനെയും സംശയിക്കുന്നു എന്നും പറഞ്ഞു. പക്ഷെ പിന്നീട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആയിരിക്കണമല്ലോ, അതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല എന്നാണ്. സത്യത്തിൽ അതൊരു ഭിന്ന സ്വരം പോലെ തോന്നി. അതിനൊരു ക്ലാരിറ്റി വരുത്തുവോ? ഇല്ല, നിങ്ങളത് വ്യാഖ്യാനിച്ചതാ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് KPCC പ്രസിഡന്റ് പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ്. ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, വെൽ ഡ്രാഫ്റ്റഡ്. ഞാൻ മറ്റത് പറഞ്ഞത് എന്താണ്? ഇതിൽ രാഷ്ട്രീയ സ്വരം ഉണ്ടോ എന്ന് ചോദിക്കാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാരണം എനിക്ക് അയച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ പരാതി അത് ഞാൻ കണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം വരുന്നതിന് മുമ്പ് തലേന്ന് ഞാൻ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് കണ്ണൂരെ പോളിങ്ങിൻ്റെ തലേന്ന് 10-ാം തീയതിയാണ് കണ്ണൂർ പോകുന്നത്. സ്വന്തം ജില്ലയിൽ സ്ഥലത്തും അധികം പോയില്ല. 10-ാം തീയതി ഞാൻ കണ്ണൂർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവിടെ വെച്ച് ഞാൻ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താ ഈ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് ആണ്, ലീഗൽ ബ്രെയിൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പരാതി അയക്കുമ്പോൾ തന്നെ പറഞ്ഞു അത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പരാതി തന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് തരുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് കൊടുത്തു. എൻ്റെ ചോദ്യം, അത് എനിക്ക് അയക്കുന്നതിന് പകരം അതേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ, സ്ഥലം പറഞ്ഞിട്ടില്ല, അഡ്രസ്സ് പറഞ്ഞിട്ടില്ല, അതൊന്നും അറിയാൻ എനിക്ക് ആഗ്രഹമില്ല, ഇപ്പോഴും എനിക്കറിയാൻ മേല, അതൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കണ്ടേ. പക്ഷേ അത് KPCC പ്രസിഡന്റും രാഹുൽ ഗാന്ധിക്കും അയക്കുന്നതിന് പകരം, KPCC പ്രസിഡന്റും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അയക്കുന്നതിന് പകരം അത് ഏതെങ്കിലും ഒരു കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ DGP ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൊടുക്കാൻ മാത്രം കൂടിയുള്ള നിയമബുദ്ധി അറിയുന്നവരാണ്. നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആൾക്കെതിരെയുള്ള പരാതിയുടെ വിശദാംശങ്ങൾ കൂടി അറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിലെ കുഴപ്പം എന്താണ്? പക്ഷെ അങ്ങനെ തീർക്കാമെന്നില്ല, അതാ പറഞ്ഞത്. എനിക്കല്ല അയച്ചത്. ഇല്ലല്ല, നോട്ട് ദാറ്റ്. നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. കൊടുത്തല്ലോ എന്ന് എപ്പോഴാണ് കൊടുത്തത്? ആരും കൊടുത്തിട്ടില്ല, ഞാൻ അയച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് അവര് പോലീസിന് വിശദാംശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ല, അത് സംബന്ധിച്ചു അത് നല്ല കാര്യം തന്നെ. പക്ഷെ അത് പോലീസ് എല്ലാ വിശദാംശങ്ങളും കൊടുത്തു. അവർ മുന്നിൽ വന്ന് പരാതിയുടെ വിശദാംശങ്ങൾ കൊടുക്കാനും മൊഴി കൊടുക്കാനും എല്ലാം തയ്യാറായി. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നു, ആ പരാതിന്മേൽ നിങ്ങൾ ആ യുവാവിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കി, അതിനുശേഷവും പിന്നെയും ഈ പുകപടലം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അഭിപ്രായം വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ എന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് പ്രസിഡന്റ്. ഞാൻ വെൽ ഡ്രാഫ്റ്റഡ് പരാതി ആയിരിക്കണമല്ലോ. അപ്പൊ അതൊരു പ്രധാന കാര്യമായിട്ടും പ്രത്യേക കാര്യമായിട്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ വേറെ ആരൊക്കെയോ നിഗൂഢ ശക്തികൾ രാഹുലിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പ്രസിഡന്റ് പറഞ്ഞതുപോലെ എന്നൊക്കെ വരില്ലേ? വിട്ടുകളയേണ്ട കേസ് വിടാതെ പിന്നെയും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഇല്ലില്ല, അത് എന്നോട് മാധ്യമങ്ങൾ ചോദിക്കുക, നിങ്ങളത് വിടാതെ ഫോളോ ചെയ്യുന്നു. ഇപ്പോഴും നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ സത്യം പറയും. ഞാനിപ്പോൾ പറഞ്ഞില്ലല്ലോ, ആദ്യം പറഞ്ഞില്ലല്ലോ, നിങ്ങളിപ്പോൾ വീണ്ടും ചോദിച്ചോണ്ടാ. ശരി, അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ്. അല്ല, ഈ ഇനി അസംബ്ലിയിലേക്ക് പോവാണ്. അസംബ്ലിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ. കാരണം ജനങ്ങൾ നിങ്ങളെ വാല്യൂ ചെയ്യുന്നു, നിങ്ങളെ വിജയിപ്പിക്കാൻ തയ്യാറാവുന്നു, നിങ്ങളുടെ പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങളിൽ ജനങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു എന്നൊരു പ്രധാന കാര്യമാണ്. അപ്പൊ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മുന്നണി, ജനം അംഗീകരിക്കുന്ന ഒരു മുന്നണിയിലേക്ക് വരാൻ കൂടുതൽ പേർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കോട്ടയത്തൊക്കെ തോറ്റുപോയിട്ടുള്ള വലിയ പ്രമാണി പാർട്ടിമാർക്ക് താല്പര്യം ഉണ്ടാവും. ആ നിലയ്ക്ക് അടിത്തറ വലുതാകാൻ പോവുകയാണോ നിങ്ങളുടെ? വിളിക്കുന്ന അടൂർ പ്രകാശ് പറയുകയും ചെയ്തു നേരത്തെ. ഞാൻ നിലമ്പൂർ ഇലക്ഷൻ സമയത്തും അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു UDFന്റെ ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നു. അത് വികസിപ്പിച്ചല്ലോ. ജനകീയ അടിത്തറ വികസിച്ചതല്ലേ കണ്ടത്. കുറച്ചുകൂടി ഡയറക്റ്റായി ചോദിക്കുക പ്രസിഡന്റ്, അതായത് ഈ മാണി സാറിന്റെ പാർട്ടിയുടെ സ്വാഭാവിക ആവാസ സ്ഥാനം എന്ന് പറഞ്ഞ UDF അല്ലേ? അവര് വരണ്ടേ ഇങ്ങോട്ട്? അതിപ്പോ ഇല്ലല്ല, ചർച്ച ചെയ്തിട്ടില്ല. അത് കാര്യം ചർച്ച ചെയ്തിട്ടില്ല. അതാ നേരത്തെ CPIയോട് വരെ ചർച്ച നടത്തിയെന്ന് അടൂർ പ്രകാശ് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പൊക്കെ. അല്ല, ഞാൻ ചോദിച്ചാൽ അപ്ഡേറ്റ് അല്ലേ ചോദിച്ചത്? അല്ല, അപ്ഡേറ്റ് അല്ല, അല്ലല്ല, ഞാൻ ചോദിച്ചത് അതിലൊരു അപ്ഡേറ്റ് ചോദിക്കുകയല്ല, അതിലൊരു പൊസിഷൻ ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾക്ക് വരാം. ഇപ്പൊ മാണി സാറിന്റെ മകന്റെ പാർട്ടിക്ക് വരാൻ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നയപരമായ തടസ്സമൊന്നും UDF ആയിട്ടില്ലല്ലോ. ഒരു ഘട്ടത്തിൽ വേറെന്തോ കാര്യം പറഞ്ഞ് പോയതാണ് എന്ന് മാത്രമല്ല, ഇപ്പൊ വരാനുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് തന്നെ വിചാരിക്കാമല്ലോ. ഞങ്ങൾ അടിത്തറ വികസിപ്പിക്കുന്നതിൽ ഇനിയും ശ്രദ്ധിക്കും. എന്ന് വെച്ചാൽ മാണി സാറിന്റെ ജോസ് കെ മാണിയുടെ പാർട്ടി ഇല്ലെങ്കിലും കോട്ടയവും ചങ്ങനാശ്ശേരിയും ഒക്കെ പിടിക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് ഞങ്ങൾ ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പൊക്കോളാം, വേണമെങ്കിൽ വരുമെന്നാണോ? ഒന്നുമല്ല. ഞങ്ങൾ UDFലേക്ക് വരാൻ തയ്യാറുള്ള, ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളെ സ്വീകരിക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. അപ്പോ അതിലെല്ലാം ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത്
അല്ല അത് പല ഒറ്റയ്ക്കെന്നല്ല, ഞങ്ങൾ ഇന്നിപ്പോ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട നിങ്ങളുടെ ലീഡേഴ്സിനോടും KPC പ്രസിഡന്റിനോട് സംസാരിച്ചു, UDF കൺവീനറോട് സംസാരിച്ചു. അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് നമ്മോടൊപ്പം അരമണിക്കൂർ സമയമായിരുന്നു. എല്ലാവരുടെയും പൊതുവായ മൂഡ് അടിത്തറ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടികൾ കൂടി വരിക എന്നാണ്. അതിപ്പോ ഞങ്ങൾ പറയാമല്ലോ, ഞങ്ങൾക്ക് UDFന്റെ ബെൽറ്റിൽ ഞങ്ങൾക്ക് ജനവിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ സമാന മനസ്കര് വരുന്നതിനെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കാതിരിക്കേണ്ടത്?